ഇത് മെഴ്സിഡീസ് ബെൻസിൻ്റെ GLE 53 AMG കൂപ്പ് എന്ന് പറയുന്ന വാഹനം. ലക്ഷറി, പെർഫോമൻസ്, പ്രാക്ടിക്കാലിറ്റി, ഡിസൈൻ മികവ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് സംസാരിക്കാൻ പറ്റുന്ന വാഹനം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ വാഹനത്തെക്കുറിച്ചാണ്. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വീഡിയോയിലേക്ക് വിശദമായിട്ട് വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഇൻവോൾവ് വണ്ടിനെ കുറിച്ചൊരു ടിപ്പ് പറയാമെന്നുള്ളതാണ്. ഇൻവോൾവ് വണ്ടി പറഞ്ഞാൽ ഒരു കാർ ഫ്രാഗ്രൻ്റ് ആണ്. നമ്മളെ വാഹനത്തിനകത്തേക്ക് ഒരാൾ കയറിയിരിക്കുന്ന സമയത്ത് കാറിനകത്ത് നല്ലൊരു സ്മെല്ല് ഉണ്ടായിരിക്കുക എന്നുള്ളൊരു ഫസ്റ്റ് ഇംപ്രഷനാണ്. അത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ടെൻഷൻ ആയിട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ കാറിനകത്തേക്ക് വരുന്ന സമയത്ത് നല്ലൊരു അറ്റ്മോസ്ഫിയറും നല്ലൊരു മൂഡും ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളും ഒന്ന് മെൻ്റലി റിലാക്സ് ആവുന്നതാണ്. അതിനുപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇൻവോൾവ് വൺ എന്ന് പറയുന്ന കമ്പനിയുടെ മസ്ക് എന്ന് പറയുന്ന ഫ്രാഗ്രൻ്റ്. ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ചിട്ടുള്ള ഫ്രാഗ്രൻ്റാണ് മസ്ക്. ഏറ്റവും കൂടുതൽ ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ളതും വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് മസ്ക്. ആമസോണിൽ ടോപ്പ് സെല്ലിംഗ് പ്രൊഡക്റ്റുകളിൽ ഒന്നുകൂടിയാണ് മസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ആളുകൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. 400 രൂപയാണ് ഇതിൻ്റെ വില. ഒരു 10% ഡിസ്കൗണ്ടൊക്കെ കിട്ടും. അതിൻ്റെ കൂപ്പൺ കോഡും അതുപോലെ തന്നെ അത് വാങ്ങാനുള്ള വെബ്സൈറ്റ് ലിങ്ക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഉപയോഗിച്ച എല്ലാവരും ഒരുപോലെ നല്ല അഭിപ്രായം പറഞ്ഞാൽ വളരെ കുറഞ്ഞ പ്രൊഡക്റ്റുകളിലൊന്നാണിത്. നമ്മൾ 2 കൊല്ലമായിട്ട് പരിചയപ്പെടുത്തുന്നു. അതുകൊണ്ട് വിശ്വസിച്ച് വാങ്ങാം. ആദ്യത്തെ പോയിന്റ്, ഡിസൈൻ മികവ്. ഭയങ്കര രസകരമായിട്ടുള്ള ഒരു കൂപ്പ് ഡിസൈൻ സ്റ്റൈലാണ് ഈ വാഹനത്തിന് കൊണ്ടുവന്നുള്ളത്. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴേക്ക് തന്നെ ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു SUV എന്നുള്ളൊരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. ഗ്രില്ല് ഇതിനെ വിശേഷിപ്പിക്കുന്നത് പാൻ അമേരിക്കാന ഗ്രിൽ എന്നാണ്. അതിനൊരു കാരണമുണ്ട്. പാൻ അമേരിക്കാന റേസിൽ 1952 മെഴ്സിഡീസ് ബെൻസിനെ വിൻ ആക്കിയിട്ടുണ്ടായിരുന്ന അവരുടെ 300 SL എന്ന് പറയുന്ന റേസ് കാറിനോടുള്ള ട്രിബ്യൂട്ടായിട്ടാണ് ഈ ഒരു ഗ്രില്ലിന് ഇങ്ങനെ ഒരു പേര് കൊടുത്തതെന്ന് പറയാം. അതിനകത്ത് മെഴ്സിഡീസ് ബെൻസിൻ്റെ ഒരു വലിയ ലോഗോ, അത് ഡബിൾ ലെയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ഒരു പ്രോമിനൻറ്റ് ഫീൽ കിട്ടുന്നു. മുകളിൽ സാധാരണഗതിയിൽ മെഴ്സിഡീസ് ബെൻസിൻ്റെ ആ ഒരു കാര്യം കാണാം. ഹർമൻ മോട്ടോഴ്സ് എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കാണാം. ഈ വാഹനം നമ്മൾ റിവ്യൂ ചെയ്യാൻ എടുത്തിട്ടുള്ളത് കേരളത്തിലെ വളരെ പ്രശസ്തമായിട്ടുള്ള യൂസ്ഡ് പ്രീമിയം കാർ ഡീലേഴ്സ് ആയിട്ടുള്ള ഹർമൻ മോട്ടോഴ്സിൽ നിന്നാണ്. ഹർമൻ മോട്ടോഴ്സിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ഒരുപാട് കാലമായിട്ട് നമ്മുടെ ചാനൽ തുടങ്ങുന്ന സമയത്ത് അവിടെ വെച്ചൊരു ഗയാഡൊക്കെ റിവ്യൂ ഇട്ടിരുന്നു, ലംബോഗിനി. അതിനൊരു വാക്ക് റൗണ്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഹർമൻ മോട്ടോഴ്സിൽ നിന്നായിരുന്നു. അപ്പോൾ നമ്മളുടെ കൂടെ സഞ്ചരിച്ച ഒരു വലിയ ബ്രാൻഡാണ്, നമുക്ക് മുമ്പേ ഉള്ളതാട്ടോ. അപ്പോൾ ഒരുപാട് കാലമായിട്ട് ഒരുപാട് കസ്റ്റമേഴ്സിന് സെർവ് ചെയ്ത് വളരെ വിജയത്തിലെത്തിയ ഒരു ബ്രാൻഡ്. അവരവരുടെ ഏറ്റവും വലിയൊരു ഷോറൂം ഈടായിട്ട് കൊച്ചിയിൽ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസകരമായിട്ടുള്ളൊരു ഷോറൂം. അതിൻ്റെ ഇനാഗുറേഷന് നമ്മളെ ക്ഷണിച്ചിരുന്നു. പക്ഷേ നമുക്ക് മറ്റൊരു പ്രോഗ്രാമുമായിട്ട് പുറത്തായതുകൊണ്ട് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ആ സമയത്ത് റെനോയുടെ ഡ്രൈവ് എന്തോ നടക്കുമായിരുന്നു. ഗംഭീരമായിട്ട് ഒരുപാട് സെലിബ്രിറ്റികളും ഒരുപാട് നമ്മുടെ ഫീൽഡിലുള്ള ആളുകളും ഒക്കെ പങ്കെടുത്ത ഗംഭീര ഇവൻ്റ് ആയിരുന്നു. അതിപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ആ ഇവൻറ്റിൻ്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ചെറുതായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷോറൂമാണ് പുതുതായിട്ട് ഹർമൻ മോട്ടോഴ്സ് തുടങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അവരേക്കെന്നാണ് നമ്മൾ ഈ ഒരു GLE എടുത്തിട്ടുള്ളത്. ഒരുപാട് കളക്ഷൻ അവരുടെ കയ്യിലുണ്ട്. റോൾസ് റോയ്സ് ഉണ്ട്, ആസ്റ്റൺ മാർട്ടിൻ ഉണ്ട്, BMW, ബെൻസ്, അങ്ങനെ എല്ലാ മോഡലുകളും അവരുടെ കയ്യിൽ അവൈലബിൾ ആണ്. നിങ്ങളൊരു യൂസ്ഡ് പ്രീമിയം കാർ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ ബന്ധപ്പെടാം. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഗ്രില്ലിനെ കുറിച്ച് പറഞ്ഞു. താഴ്ഭാഗത്ത് നമുക്ക് ആ ഒരു ലിപ്പ് ഭാഗം കാര്യങ്ങളൊക്കെ കാണാം. അതൊരു ഗ്ലോസി ബ്ലാക്ക് അല്ലെങ്കിൽ നമ്മൾ പിയാനോ ബ്ലാക്ക് എലമെൻറ്റിനകത്താണ് കൊടുത്തിട്ടുള്ളത്. 4 പാർക്കിംഗ് സെൻസറുകളുണ്ട്. 1, 2, 3, 4. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു AMG കിറ്റ് നല്ലതായിട്ട് വിസിബിൾ ആവുന്നുണ്ട്. അത് എയർ കർട്ടനോട് കൂടിയിട്ടാണ് വന്നുള്ളത്. അത് ഫംഗ്ഷനിങ് ആണ്. ആ വെൻറ്റ് ഉള്ളിലേക്ക് നമുക്ക് ഓപ്പൺ ആയിട്ട് കാണുന്നു. ഈ ഒരു 2 ഫിന്നും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട്. ഹെഡ് ലാമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 പൂച്ചമാന്തികളാണുള്ളത്. ബിക്കോസ് ഇത് ഈ ക്ലാസിൻ്റെ G വേർഷനാണ് എന്നുള്ളതാണ്. 2 ചേമ്പറുകളായിട്ട് ഹെഡ് ലാമ്പ്, അതിനകത്ത് മൾട്ടി ബീം LED എന്ന് പറയുന്ന ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ശരിക്കും ഈ വാഹനം 2020 മോഡലാണ്. ഇതിനുശേഷം ഇതിൻ്റെ അപ്ഡേറ്റഡ് വേർഷൻസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. AMG ആയതുകൊണ്ടാണ് ഈ ഒരു ഗ്രിൽ പാറ്റേണും കാര്യങ്ങളും അതുപോലെ തന്നെ ഈ ഒരു ബമ്പർ യൂണിറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. AMG അല്ലാത്ത വേർഷനും GLEക്കകത്ത് അവൈലബിൾ ആണ്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്തും ആ ഒരു ഡിസൈൻ മികവിൻ്റെ ഹൈലൈറ്റ് കാണാം. അത് പ്രത്യേകിച്ച് ഈ ഒരു കൂപ്പ് സ്റ്റൈലിലാണ് എന്നുള്ളതാണ്. അത് ഭയങ്കര ആ ഒരു പ്രൊമിനൻസിയിൽ ആ ഒരു കൂപ്പിൻ്റെ അത് ഭയങ്കര രസമായിട്ട് തോന്നി. പ്രത്യേകിച്ച് വലിയ സൈസാണ്. ആ ഒരു സൈസും ഈ ഒരു കൂപ്പ് മികവും കൂടി വരുന്ന സമയത്ത് ഭയങ്കര അട്രാക്റ്റീവാണ് എന്ന് പറയാം. 21 ഇഞ്ച് വീലുകളാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് കയറാൻ ഒരു സ്റ്റെപ്പും കൊടുത്തിട്ടുണ്ട്. പെർമനൻ്റ് ആണ്, മൂവിങ്ങോ കാര്യങ്ങളോ ഒന്നും അല്ല എന്നുള്ളതാണ്. 360 ഡിഗ്രി ക്യാമറ വ്യൂ വരുന്നുണ്ട്. അതിൻ്റെ ഒരു ക്യാമറ യൂണിറ്റ് നമുക്കിവിടെ കാണാം. മിററിനകത്ത് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ശരിക്കും ഈ സൈഡ് വ്യൂ ഭയങ്കര അട്രാക്റ്റീവ് ആട്ടോ. ഇനി നമുക്ക് റിയർ പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു കൂപ്പ് സ്റ്റൈലിൻ്റെ കണ്ടിന്യൂഷനാണ്. ടെയിൽ ലാമ്പ് യൂണിറ്റ് നോർമൽ മെഴ്സിഡീസ് ബെൻസിൻ്റെ തന്നെയാണ്. അതുപോലെ തന്നെ GLE 53 എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് നമുക്കിവിടെ കാണാം. ലോഗോയിൽ റിവേഴ്സ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ താഴ്ഭാഗത്ത് ക്യാമറയുണ്ട്. 360 ഡിഗ്രി ക്യാമറ. AMG അത് വെച്ച് മെഴ്സിഡീസിൻ്റെ പെർഫോമൻസ് അതിൻ്റെ ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. എക്സോസ് പൈപ്പുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. എക്സോസ് പൈപ്പുകൾ AMG തന്നെയാണ്, ഫംഗ്ഷനിങ് ആണ് എന്ന് വിചാരിക്കും. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ എക്സോസ് ടിപ്പ് മാത്രമാണ്. ഇതിൻ്റെ എക്സോസ്റ്റ് തൊട്ട് ബാക്കിലാണ്. രണ്ടെണ്ണം ഉണ്ട്. അത് ബാക്കിലാണ്. തൊട്ട് ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാലും
നമുക്ക് രണ്ടെണ്ണം ഉണ്ട്. പക്ഷേ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് AMG എക്സോസ് ടിപ്പ് മാത്രമാണ് എന്നുള്ളത് പറയാം. ഇനി ഇതിന് മറ്റൊരു പർപ്പസാണ് ബൂട്ട് ഓപ്പണിംഗ്. ലോഗോയിൽ തന്നെയാണ് അതിൻ്റെ പർപ്പസും കൊടുത്തുള്ളത്. ഏകദേശം 600 ലിറ്ററിലധികം ബൂട്ട് കപ്പാസിറ്റി ഈ വാഹനത്തിനകത്തുണ്ട് എന്നുള്ളതാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബൂട്ട്. ഇതെനിക്ക് തോന്നുന്നു മെർസിഡീസിൻ്റെ ഒരു ആക്സസറീസ് ആട്ടോ. ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കണേ. യെസ്, ഇത് നമുക്കിവിടെ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു തടയാൻ വെക്കാം. എന്തെങ്കിലും ഉരുണ്ട് പോകുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ താഴ്ഭാഗത്താണ് സ്പെയർ വീലിനെ കൊടുത്തിട്ടുള്ളത്. സ്പേസ് സേവറാണ്. യാ നൈസ്, നല്ല സ്പേസ് ഉണ്ടല്ലേ. അല്ല ഇതിങ്ങോട്ട് പറഞ്ഞാൽ പാർസൽ ട്രേ. ഇത് വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് ഫോൾഡ് ചെയ്തും വെക്കാം. നൈസ്. ഇത് സസ്പെൻഷൻ നമുക്ക് വേണമെങ്കിൽ ലിഫ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതിവിടെ കൊടുത്തിട്ടുണ്ട്. അഡാപ്റ്റീവ് സസ്പെൻഷൻ്റെ ഒരു കൺട്രോളും യൂണിറ്റും കാര്യങ്ങളൊക്കെ ഏതാണ്. 1 ടച്ച് ഓപ്പണിങ് അതുപോലെ തന്നെ 1 ടച്ച് ക്ലോസിങ്ങും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നൈസ്. ഇവിടെ നമുക്കേ ഒരു ചെറിയ സ്പോയിലർ ഭാഗം കൂടി കാണാൻ പറ്റും കേട്ടോ. അത് ആ ഒരു കൂപ്പ് സ്റ്റൈലിനൊരു അട്രാക്റ്റീവാണ്. പിന്നെ റിയർ വൈപ്പറോ കാര്യങ്ങളൊന്നുമില്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇങ്ങനത്തെ ഒരു പാറ്റേൺ ആയതുകൊണ്ട് തന്നെ വെള്ളം വീണ് കഴിഞ്ഞാൽ പൊയ്ക്കോളും എന്നുള്ളതാണ്. ഡീഫോഗർ ലൈൻസും ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ മെർസിഡീസ് ബെൻസിൻ്റെ ഇൻറ്റീരിയർ തന്നെയാണ്. പ്രത്യേകിച്ച് പഴയ മെർസിഡീസ് ബെൻസ് MBUX സിസ്റ്റം ഒക്കെയാണ് ഇതിനകത്തുള്ളത് എന്നുള്ളതാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. ഇവിടെയൊക്കെ ലെതറാണ്, ഇത് പ്ലാസ്റ്റിക് ആണ്. സീറ്റിൻ്റെ കൺട്രോൾ, അതുപോലെ തന്നെ പവർ വിൻഡോ കൺട്രോൾ, മിററിൻ്റെ കൺട്രോൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അവിടെ കാണാം. ബർമസ്റ്ററിൻ്റെ മ്യൂസിക് സിസ്റ്റം കാണാം. അതൊരു കാർബൺ ഫൈബർ പോലത്തെ മെറ്റീരിയലിനകത്താണ് കൊടുത്തേക്കുന്നത്. സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആണ്. അത് ഇവിടെയാണെന്ന് ഞാൻ പറഞ്ഞു, ഡോറിലാണ്. പിന്നെ അതുപോലെ തന്നെ AMG ബാഡ്ജഡ് സീറ്റുകളാണെന്ന് പറയാം. AMG ഒരു ബാഡ്ജിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അൽക്കണ്ടാറയും ലെതറും കൂടി മിക്സ്ഡ് ആണ് എന്നുള്ളതാണ്. നൈസ്. ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് 2 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന് ലക്ഷറി, ആ പ്രീമിയം കംഫർട്ട്. അത് സീറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇവിടത്തൊക്കെ ആണെങ്കിലും ആ ഒരു ലെതർ, നമ്മൾ പ്രധാനമായിട്ട് ടച്ച് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ ലെതർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സിൽവർ ഫിനിഷും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ആ ഒരു പ്രീമിയം നന്നായിട്ട് ഇതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്തു. അടുത്ത പോയിന്റ് ടെക്കിയാണ്. MBUX സിസ്റ്റം, നാവിഗേഷൻ, ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വർക്ക് ചെയ്യും. ടച്ചാണ്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ടച്ച് പാഡ് കേട്ടോ. അത് മെർസിഡീസ് ബെൻസിൻ്റെ പഴയ MBUX സിസ്റ്റം, അത് പുതിയതിനകത്ത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യം കൂടി ഓർത്ത് വെക്കുക. പിന്നെ ഒരു പാനറമിക് സൺറൂഫും ഈ വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. ഫീച്ചർ റിച്ച് എന്ന് വേണമെങ്കിൽ പറയാമല്ലേ. ഇത് ഒറ്റ ബട്ടണിൽ ക്ലോസ് ആവുമ്പോൾ ഓപ്പൺ ആവുകയും ചെയ്യും എന്നുള്ളതാണ്. ഇതൊക്കെ കൊടുത്തേക്കണ ഈ ഒരു പാറ്റേൺ ഒക്കെ നല്ല ഭംഗിയുണ്ട് അല്ലേ. ഒരു വെൻറ്റ് പോലെ, അതുപോലെ തന്നെ ആ ഫ്രണ്ട് ബമ്പർ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നു. AC വെൻറ്റുകൾ ഇവിടെ 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. സൈഡിൽ നമുക്ക് 2 എണ്ണം കാണാൻ പറ്റും എന്നുള്ളതാണ്. ഓട്ടോമാറ്റിക് ഡയനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിയർ വ്യൂ മിറർ. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സെറ്റിങ്സോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. സസ്പെൻഷൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ഉണ്ടാവും. അതുപോലെ തന്നെ അതാ ഡ്രൈവ് മോഡ്, കംഫർട്ട്, സ്പോർട്ട് പ്ലസ് തുടങ്ങിയിട്ടുള്ള ഡ്രൈവ് മോഡുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻഡിവിജ്വലും ഉണ്ട്. അതിങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ശരിക്ക് ലിസ്റ്റ് ചെയ്തേ കാണാം. ആസ് യൂഷ്വൽ മെർസിഡീസ് ബെൻസിൻ്റെ ആ ഒരു പവർ സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തേക്കുന്നത്. അതിനകത്തൊരു സിൽവർ ടച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തു. AMG അല്ലേ, മെർസിഡീസ് AMG സ്റ്റിയറിംഗ് വീൽ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കാറുള്ളത് എന്നുള്ളതാണ്. എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ലെതർ പാക്കഡ് കേട്ടോ. ഇവിടെയൊക്കെ ലെതറാണ്, ഇതെല്ലാം ലെതറാണ്. സെൻട്രൽ കൺസോളിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു പിടുത്തമുണ്ട്. കാരണം നമ്മൾ പറയുന്നത് ഭയങ്കര പെർഫോമൻസ് വാഹനമാണ്. അപ്പോൾ നമുക്ക് യൂട്ടേണൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഇത് പൊടിച്ചിട്ടൊക്കെ യൂട്ടെടുക്കാം, അപ്പുറത്ത് ആൾക്കും വേണമെങ്കിൽ പിടിക്കാം. അതിലുള്ള ഒരു സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊരു വയർലെസ് ചാർജിങ് പോർട്ടാണ്. ഇങ്ങനെ ചെരിച്ചിട്ടാണ് ഫോൺ വെക്കാൻ പറ്റുക. സിഗരറ്റ് എത്തിക്കാനുള്ള ഓപ്ഷൻ. അതുപോലെ തന്നെ 2 C ടൈപ്പ് ചാർജിങ് പോർട്ട്, 2020 തന്നെ C ടൈപ്പ് ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതെനിക്കിഷ്ടമായി. പിന്നെ ഇവിടെ കുറേ കൺട്രോൾ കാണാം. 360 ഡിഗ്രി ക്യാമറ വ്യൂ. അവിടെ നമുക്ക് 360 ഡിഗ്രി ക്യാമറ വ്യൂ ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിസിബിലിറ്റി. അത് രാത്രിയിൽ നല്ല പെർഫോമൻസ് ആട്ടോ മെർസിഡീസിൻ്റെ ഇത്. എനിക്ക് പലപ്പോഴും അങ്ങനെ തോന്നാറുണ്ട്. അതുപോലെ തന്നെ നാവിഗേഷൻ ടച്ചായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. റേഡിയോ, ടെലിഫോൺ, വോളിയം അപ്പ് ആൻഡ് ഡൗൺ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഡൈനാമിക് കൺട്രോൾ ഇവിടെയും ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സസ്പെൻഷൻ ലിഫ്റ്റ് ചെയ്യാനുള്ള ബട്ടണും കാര്യങ്ങളും ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ആംബ്രസ്റ്റ്, ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴ്ഭാഗത്തുള്ള സ്റ്റോറേജ് സ്പേസ് ഓപ്പൺ ആയിട്ട് വരും. ഇതിനകത്തും C ടൈപ്പിൻ്റെ ചാർജിങ് പോർട്ടുണ്ട്. സ്പേഷ്യസ് ആണ്, ധാരാളം സ്ഥല സൗകര്യമുണ്ട്. പ്രാക്ടിക്കാലിറ്റി പറയുന്ന സമയത്ത് സ്പേസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡോർ പാനലിലേക്ക് പോലും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സ്റ്റോറേജ് സ്പേസുകൾ കാണാൻ പറ്റും. ബൂട്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഇവിടെയും ലെഗ് റൂമും ഹെഡ് റൂമും ഒക്കെ ഇനഫ് അല്ലേ. 10 വരൽ ഗ്യാപ്പുണ്ട്. സൂപ്പർ. റിയർ സീറ്റിലേക്ക് വരുന്ന സമയത്ത് തൈ സപ്പോർട്ട് ചെറുതായിട്ടുണ്ട്, കുറച്ചും കൂടി ആവായിരുന്നു എന്ന് തോന്നി. ഇത് സീറ്റ് ചെറുതാണ്, അതുകൊണ്ടാണ്. പക്ഷേ ഒരു താഴ്ന്ന ടൈപ്പ്, ഇങ്ങോട്ടൊരു സ്ലോപ്പ് ഉള്ള പോലെ കൊടുത്തുകൊണ്ട് തന്നെ ഇരുത്തം വലിയ പ്രശ്നമില്ല എന്നുള്ള രൂപത്തിൽ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ഹുക്ക്, കോട്ടൊക്കെ തൂക്കിയിട്ടുള്ള ഒരു സാധനമൊക്കെ സെറ്റ് ചെയ്യാം, ആക്സറൈസ് സെറ്റ് ചെയ്യാനുള്ള ഭാഗം. ഇവിടെ ക്ലൈമറ്റ് കൺട്രോൾ, 4 സോൺ ക്ലൈമറ്റ് കൺട്രോളാണ്. അതിൻ്റെ കൺട്രോൾസ് ഇവിടെ കാണാം. അതുപോലെ തന്നെ C ടൈപ്പ് ചാർജിങ് പോർട്ട്, ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ്, ഒരു ആഷ്ട്രേ പോലത്തെ സെറ്റപ്പ് തുടങ്ങിയിട്ടുള്ള കാര്യമാണ്. ഇതിങ്ങനെ ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ്. ഫയൽ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആം റെസ്റ്റും ഈ വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ബാക്കിലിരിക്കുന്ന സമയത്തും ധാരാളം സ്പേഷ്യസ് ആണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ് റെസ്റ്റ് അത്യാവശ്യം നല്ലതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് റൂഫ് മുട്ടുന്നില്ല. എന്നേക്കാളും നീളമുള്ള ആൾക്കാണെങ്കിൽ റൂഫ് തട്ടും. ആ സമയത്തും ഹെഡ് റെസ്റ്റ് ഇനഫാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. 3 ഹെഡ് റെസ്റ്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കൂപ്പായതുകൊണ്ട് തന്നെ തല ബാക്കിൽ മുട്ടുമോ എന്നുള്ളൊരു തോന്നലുണ്ടായിരിക്കും. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല കേട്ടോ. ഞാൻ ഇരിക്കണ നോക്കി എത്ര വരലുണ്ട്? ഒരു 8 വിരലിൻ്റെ ഗ്യാപ്പ്.
7 വിരലിൻ്റെ ഗ്യാപ്പ് എന്തായാലും എനിക്കിവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെ സൺറൂഫും കൂടി ഉള്ളതുകൊണ്ടാണ് കുറച്ചും കൂടി കൂടുതൽ ഗ്യാപ്പ് തോന്നിയത്. കാലൊക്കെ സ്ട്രെച്ച് ചെയ്തിരിക്കാം. തൈ സപ്പോർട്ട് കുറച്ചും കൂടി ആവാമായിരുന്നു എന്നുള്ളൊരു ഫീഡ്ബാക്ക് കൂടി എനിക്ക് റിയറിലുണ്ട് എന്നുള്ളത്. ബാക്കി എല്ലാത്തിലും ഞാൻ ഹാപ്പിയാണ്. നല്ല കംഫർട്ടാണ്, സ്പേഷ്യസ് ആണ്, പ്രാക്ടിക്കലാണ്, കംഫർട്ടബിളാണ്. ഇനി ഇതിൻ്റെ ഹൃദയഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു ടെർബോ പെട്രോൾ എഞ്ചിനാണ്. ബിക്കോസ് AMGനകത്ത് അങ്ങനെയാണ് വരുന്നത്. ഒരു 3 ലിറ്റർ 6 സിലിണ്ടർ എഞ്ചിൻ. AMG എന്ന് പറയുന്ന പെർഫോമൻസ് ബാഡ്ജിങ്, അതുപോലെ തന്നെ മെർസിഡീസ് ബെൻസിൻ്റെ ലോഗോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. നൈസ്, നല്ല വൃത്തിക്ക് പാക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. 435 ഹോഴ്സ് പവറും 520 Nm ടോർക്കുമാണ് ഈ മെഷീൻ ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അത്യാവശ്യം പവർഫുൾ അല്ലേ? അപ്പോൾ നമുക്കൊന്ന് ഓടിച്ച് നോക്കിയാലോ? ഓടിച്ച് നോക്കാം. ആ സമയത്ത് പെർഫോമൻസ് എങ്ങനെയുണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ റെസ്പോൺസ് എങ്ങനെയുണ്ട്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പെർഫോമൻസ് എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ അത് എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് ഓടിച്ച് നോക്കിയിട്ട് പറയാം. അപ്പോൾ നമ്മളെ ഈ വാഹനം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടത്തേക്കാണ്. ശരിക്കും ഒരു 3 ലിറ്റർ എഞ്ചിൻ എന്നൊക്കെ പറയുന്ന സമയത്ത് അത് എങ്ങനെയുണ്ട് പെർഫോമൻസ് നമ്മൾ അറിയണമല്ലോ. പിന്നെ ഇതിനൊരു കാര്യം കൂടി പറയാം, ഇതിനകത്തൊരു മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റം കൂടി ഇതിന് പവർ കൊടുക്കുന്നുണ്ട്. ഒരു EQ, ഒരു ഇലക്ട്രിക് പവർ കൊടുക്കുന്നുണ്ട്. അപ്പം ഹോഴ്സ് പവറിനകത്ത് ഒരു 20+ സംതിങ് ഹോഴ്സ് പവർ എക്സ്ട്രാ വരുന്നത് ആ ഒരു ഇലക്ട്രിക് ബൂസ്റ്റിൽ നിന്നാണ് എന്നുള്ളതാണ്. ഇനി നമുക്ക് ഡ്രൈവ് ക്യാരക്ടറിലേക്ക് വരാം. ഞാനൊരു ടെക്നിക്കൽ ടേംസ് കൂടി പറഞ്ഞതാണ്. ഡ്രൈവ് ക്യാരക്ടേഴ്സിലേക്ക് വരുന്ന സമയത്ത് ആദ്യത്തെ ഒരു കാര്യം കംഫർട്ടിനെ കുറിച്ച് നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അസാധ്യമായിട്ടുള്ളൊരു കംഫർട്ടാണ് ഈ വാഹനത്തിനകത്ത്. പ്രത്യേകിച്ച് ആ ഒരു അഡാപ്റ്റീവ് സസ്പെൻഷനും കാര്യങ്ങളും ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഫ്ലോട്ടിങ്ങിൽ അത് നല്ല രീതിയിൽ ആ ഒരു പരവതാനി ഫ്ലോട്ടിങ് നമ്മൾ പലപ്പോഴും വിളിച്ചിട്ടുള്ള ആ ഒരു കാര്യം പലപ്പോഴായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇതിനകത്തും നമുക്ക് ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. അത് ഭയങ്കര കംഫർട്ട് ഒരു യാത്രക്കാരൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് തരുമെന്നുള്ളതാണ്. അമേസിങ്. ഓക്കെ, പിന്നെ സ്റ്റിയറിംഗ് വീലൊക്കെ ഭയങ്കര സ്മൂത്താണ്. ഇത്രയും വലിയൊരു വാഹനമാണെങ്കിൽ പോലും അതിൻ്റെ ഒരു ഫീലോ കാര്യങ്ങളോ നമുക്കില്ല. ഭയങ്കര ഈസി ആയിട്ട് മാനുവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതൊരു പെർഫോമൻസ് എഡിഷനാണ്. അതുകൊണ്ട് ത്രോട്ടിൽ കൊടുത്തേച്ചാൽ ആ ഒരു പുഷിങ് കണ്ടായി ഇനീഷ്യലി തന്നെ നമുക്കത് പുഷ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഭയങ്കര സംഭവമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഞാൻ ആ ഒരു ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് ടക്ക് എന്ന് പറഞ്ഞിട്ട് ഇതങ്ങോട്ട് കയറി പോവുകയാണ്. സോ നൈസ്, അത് ഭയങ്കര അഡ്രാളിൻ ഫീലാണ്. അപ്പം കംഫർട്ടാണ് പ്ലസ് പെർഫോമൻസ് ഓറിയൻറ്റഡുമാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു കൂപ്പ് AMG വേർഷൻ എന്നൊക്കെ പറയുന്ന സമയത്ത് AMG സ്വാഭാവികമായിട്ടും പെർഫോമൻസ് തന്നെയാണ്. ആ ഒരു കംഫർട്ട് സോണിൽ ഇരുന്നിട്ടുള്ള ഒരു പെർഫോമൻസ് എന്ന് പറയുമ്പോൾ നല്ലൊരു ഫീലാണ്. ഇപ്പോൾ നമ്മളൊരു മോശം റോട്ടിലേക്ക് ചാടിച്ചിരിക്കുകയാണ് യൂട്ടേൺ എടുക്കാൻ വേണ്ടിയിട്ട്. ഗട്ടറൊക്കെ ചാടുന്ന സമയത്തും വലിയ കുഴപ്പമൊന്നുമില്ല. വാഹനത്തിനകത്തേക്ക് അങ്ങനെ കാര്യമായിട്ട് വരുന്നില്ല. പ്രത്യേകിച്ച് സ്റ്റിയറിംഗ് വീല് കാര്യമായിട്ട് ഡിസ്റ്റർബ് ആവുന്നില്ല എന്നുള്ളതാണ്. തീരെ ഡിസ്റ്റർബ് ആവുന്നില്ല എന്നെ പറയാം. പിന്നെ വിസിബിളാണ്, കമാൻഡിങ് പൊസിഷനാണ്, അതൊക്കെ നൈസ്. ബ്രേക്കിങ്ങും അത്യാവശ്യം നല്ല സ്മൂത്താണ്. ഞാൻ കാണിച്ചുതരാം. ഇപ്പോൾ 80 യെസ് അടാ, വളരെ പെട്ടെന്ന് ഡിസ്റ്റൻസിലേക്ക് നമുക്ക് ഷോർട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അത് നല്ല കാര്യം. പിന്നെ ഭയങ്കര ഐ ക്യാച്ചിങ് ആട്ടോ ഈ വണ്ടി. അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് തന്നെ ആളുകളൊക്കെ ഇത് ഏത് വണ്ടി നോക്കിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടും നല്ലതാണ്. നല്ലൊരു പെർഫോമൻസ് എക്സോസ്റ്റ് നോട്ട്, കോഡ് എക്സോസ്റ്റും നല്ല രീതിയിൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഒരു അടിപൊളി പെർഫോമൻസ് ഓറിയൻറ്റഡ് കംഫർട്ട് വാഹനം എന്ന് പറയാം. സ്റ്റൈലിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇതാണ് മെർസിഡീസ് ബെൻസിൻ്റെ GLE 53 AMG എന്ന് പറയുന്ന മോഡൽ. ഒരു കൂപ്പ് വേർഷനാണ്. പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണെന്ന് ഞാൻ പറഞ്ഞു, സ്റ്റൈൽ ഭയങ്കര അട്രാക്റ്റീവ് ആണെന്ന് ഞാൻ പറഞ്ഞു, കംഫർട്ടാണെന്ന് ഞാൻ പറഞ്ഞു. അതായത് നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ഒരു കാറിനെ കുറിച്ച് പറയില്ല, സ്റ്റൈലിഷ് ആണ്, കംഫർട്ടബിൾ ആണ്, ടോളാണ്, ബോൾഡാണ്, അതുപോലെ തന്നെ ഭയങ്കര റോഡ് പ്രസൻസ് ആണ്, ഭയങ്കര ഇങ്ങനെ എല്ലാ കാര്യങ്ങൾ പറയുന്നതിനെയും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലൂടെ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് മെർസിഡീസ് ബെൻസിൻ്റെ AMG 53 എന്ന് പറയുന്ന മോഡലിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലത്തെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുടെ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.